Hello, good evening. Welcome to Malabar Gold and Diamonds, Griha Lakshmi, the best homemaker, powered by Oriental Group of Hotel Management. സ്വന്തം ഭാര്യമാരോട് നമുക്ക് അത്ര കണ്ടാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സൗന്ദര്യം തോന്നാറില്ല. ഭാര്യമാരോട് ഇവിടെയെങ്കിലും ഒന്ന് ഫ്രീ ആയിട്ട് കുറെ പെണ്ണുങ്ങളുള്ള ഞങ്ങളെല്ലാം കൂടെ പാരയായിട്ട് വന്നു. ഞാന് കല്യാണത്തിന് ശേഷമാണ് ഫുഡ് ഉണ്ടാക്കാൻ പഠിച്ചത്. ചോറായാൽ ഞാൻ തരും. നമ്മുടെ മലബാർ ഡയമണ്ട്സിൽ കൺട്രോൾ വിട്ടുപോയ ഒരാള് ഇന്ന് സ്വന്തം തട്ടകത്തിനകത്ത് വന്നപ്പോഴത്തേക്ക് തന്റെ സ്ട്രെങ്ത് ഇങ്ങ് വെളിയിലോട്ട് എടുത്തു. ഞാൻ ആരാത് പറയാനുള്ള ചേച്ചിനെ കണ്ടു. വീട്ടമ്മമാരുടെ വീടുകളിൽ പോയി ടാസ്കുകൾ നടത്തി ഏറ്റവും ബെസ്റ്റ് ഹോം മേക്കറിനെ സെലക്ട് ചെയ്യുന്ന ഈ റിയാലിറ്റി ഷോയിന്റെ മറ്റൊരു എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ പ്രയാണം തുടരാൻ വേണ്ടി നമ്മോടൊപ്പമുള്ള ജൂറി മെമ്പേഴ്സിനെ നമുക്ക് പരിചയപ്പെടാം. ആദ്യമായി നമ്മുടെ പെർമനന്റ് ജഡ്ജ് ആൻഡ് മെന്റർ, ദ ബ്യൂട്ടിഫുൾ ആക്ട്രസ് മിസസ് രഞ്ജിനി കൊമ്പാര, ഇന്ത്യൻ ബാർബി ഡോൾ. Thank you. Thank you so much, Chechi. You're looking beautiful as well. Thank you. Like an You Indian have bride. to tell that. Like an Indian bride. Thank you. ഇല്ലെങ്കിൽ ഞാൻ കൊല്ലുമല്ലേ. ഇനി രണ്ടാമത്തെ നമ്മുടെ ഹാൻസം ജഡ്ജ് ആക്ടർ മിസ്റ്റർ കൃഷ്ണകുമാർ. നല്ല കുറെ കണ്ടസ്റ്റന്റ്സിനെ വീണ്ടും കാണാൻ അവസരം വന്നിരിക്കുന്നു. We are waiting for them. Okay. So welcome sir. ഇനി മൂന്നാമത്തെ നമ്മുടെ സൈക്കോളജിസ്റ്റ് ഡോക്ടർ ഗീതാഞ്ജലി നടരാജൻ. എങ്ങനെയാണ് ഒരു സ്ത്രീ ഒരു പുരുഷനിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത് എന്ന് നമ്മൾ കണ്ടെത്തുന്ന ഒരു പ്രോഗ്രാമാണ്. താങ്ക് യു ഡോക്ടർ ഗീതാഞ്ജലി. ഈ എപ്പിസോഡ് തുടങ്ങുന്നതിന് മുമ്പ് ജഡ്ജസിനും കണ്ടസ്റ്റൻസിനും എല്ലാവർക്കും ഒരു സർപ്രൈസ് ഉണ്ട്. കൃഷ്ണമാരേട്ടൻ്റെ അടുത്ത് ഒരു ക്ലൂ പറയാം. കൃഷ്ണമാരേട്ടനാകുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് ഗസ് ചെയ്യാൻ പറ്റും തോന്നുന്നു. 5 സുന്ദരികളാണ് നമ്മളെ തേടി ഇന്ന് എത്തിയിരിക്കുന്നത്. എന്തെങ്കിലും ക്ലൂ കിട്ടിയോ? അല്ല, ഈ പറഞ്ഞു വരുമ്പോൾ തന്നെ 5 സുന്ദരികളെ പറ്റിയും എൻ്റെ അടുത്തും പറയുമ്പോൾ അതിനെനിക്കൊരു സുഖം, ഡബിൾ സുഖമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ സ്വന്തം ഭാര്യമാരോട് നമുക്ക് അത്ര കണ്ടാണെന്ന് പറഞ്ഞാൽ നമുക്കൊരു സൗന്ദര്യം തോന്നാറില്ല. ഭാര്യമാരോട് അത് തിരുവനന്തപുരത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഏകവചനം ഇവിടെ ഇല്ല, ഇവിടെ ബഹുവചനമാണ്. ചായയില്ല, ചായകൾ കൊടുത്തോ, വെള്ളങ്ങൾ കുടിച്ചോ, അതിന്റെ കൂടെ വന്നു പോയതാണ് അറിയാതെ ഒരു സ്ലിപ്പ് ഓഫ് ക്ഷമിച്ചേക്കണം മെന്റർ. അപ്പോ ഭാര്യ സുന്ദരി എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു സുഖമുള്ള കാര്യം, കാരണം നമുക്ക് തോന്നുന്നില്ല കുറെ നാളായിട്ട്. അപ്പൊ നമ്മുടെ മറ്റുള്ളവർ പറയുമ്പോൾ നമുക്കൊരു സുഖമാണല്ലോ നമ്മുടെ ഭാര്യ സുന്ദരി എന്ന്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ സുന്ദരിയായ ഭാര്യയിൽ ഈ സുന്ദരനായ പുരുഷനിലൂടെ ഉണ്ടാകുമ്പോൾ ആ ബാക്കിയുള്ള 4 പിള്ളേരും സുന്ദരികളായിരിക്കണം എന്ന് വിശ്വസിക്കുന്നു. സന്തോഷം എന്തായാലും കേട്ടതിൽ. Okay, so the surprise ഒരുവിധം കൃഷ്ണേട്ടന് മനസ്സിലായെന്ന് തോന്നുന്നു. Let's welcome സിന്ധു ചേച്ചി and 4 beautiful princesses. ഒരു സർപ്രൈസിന്മേൽ സർപ്രൈസ് ആയിട്ടാണല്ലോ ചേച്ചി. വെറുതെ ഒന്ന് കിച്ചുവിനെ കാണാൻ വരാന്ന് വെച്ചു. അപ്പൊ എല്ലാവർക്കും സർപ്രൈസ് ആകട്ടെ. ഗൃഹലക്ഷ്മി ഹോൾ ക്രൂ വളരെയധികം ത്രിൽഡ് ആൻഡ് സർപ്രൈസ്ഡ് ആണ് നിങ്ങളെ കണ്ടിട്ട്. വളരെ ഇഷ്ടപ്പെട്ട ഒരു ആക്ട്രസ് ഉണ്ട്, രഞ്ജിനിയും കാണാന്ന് വെച്ചു. കൃഷ്ണമാരേട്ടാ, കിളി പോയോ? അല്ല, ഇവിടെയെങ്കിലും ഒന്ന് ഫ്രീ ആയിട്ട് കുറെ പെണ്ണുങ്ങളുള്ള ഞങ്ങളെല്ലാം കൂടെ പാരയായിട്ട് വന്നു. ഞാൻ എപ്പോഴും പറയും കൃഷ്ണമാരേട്ടനെ പോലെ ഇത്രയും സഹിഷ്ണുതയുള്ള ഒരു ഗൃഹനാഥൻ ഇല്ലാന്ന്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ചേച്ചിയോടാണ് സഹിഷ്ണുത പറയണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും ചേട്ടനെ സഹിക്കുന്നതിന്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മളെപ്പോഴും വിചാരിക്കും പുരുഷന്മാരെ സഹിക്കാൻ, അല്ല സ്ത്രീകളെ സഹിക്കാനാണ് ബുദ്ധിമുട്ടുന്നത്. ആക്ച്വലി ഞാൻ പലപ്പോഴും നോക്കണ്ട, ഈ 5 പേരും കൂടി എന്നെ സഹിക്കുന്നത് പലപ്പോഴും എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. കുറച്ച് ഞാനൊന്ന് താഴേണ്ടിയിരിക്കുന്നു താന്ന് തുടങ്ങി. എനിവേസ്, അപ്പം ഒട്ടും തന്നെ വെയിറ്റ് ചെയ്യണ്ടല്ലേ, നമുക്ക് നേരെ കേക്ക് കട്ട് ചെയ്യാം. ഓക്കെ, ഈ ഇത്രയും സ്ത്രീകളുള്ളതിനിടയ്ക്ക് ആകെ ഒരേ ഒരു ഗൃഹനാഥനേ ഉള്ളൂ. പ്ലീസ് ഡു ദ ഓണേഴ്സ്. ഇതിനകത്ത്
അഭിനയം വെച്ചും എല്ലാം വെച്ചും ഞങ്ങളുടെ എല്ലാവരുടെയും പ്രായം വെച്ചല്ല, സീനിയർ മോസ്റ്റ് ആയ രഞ്ജിനിക്ക് എനിക്കിത് കൊടുക്കണം തോന്നി. ഗൃഹലക്ഷ്മിയുടെ ഹോൾ ഗ്രൂപ്പിന്, ഇത്രയും ഗൃഹലക്ഷ്മിമാർക്ക് ഇത്രയും നല്ലൊരു കേക്ക് കൊണ്ടുവന്ന സിന്ധു ചേച്ചിക്കും സുന്ദരികളായ 4 മക്കൾക്കും നമ്മുടെ എല്ലാവിധ താങ്ക്സും അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ലവ് ആൻഡ് സപ്പോർട്ട്. സിന്ധു ചേച്ചിയും മക്കളും കൊണ്ടുവന്ന കേക്കൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞു. വളരെ യമ്മി ആയിരുന്നു നമ്മുടെ സ്റ്റാർട്ട് ഓഫ് ദ എപ്പിസോഡ് തന്നെ. എനിവേസ് ഇറ്റ്സ് ടൈം ടു വെൽക്കം ദ നെക്സ്റ്റ് കണ്ടസ്റ്റന്റ്. അപ്പോൾ നമ്മുടെ എല്ലാ കണ്ടസ്റ്റൻസിൻ്റെയും പ്രൊഫൈലൊക്കെ കണ്ടു കഴിഞ്ഞു, നമ്മളെല്ലാവരെയും പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇനി കോമ്പറ്റീഷൻ കുറച്ചുകൂടെ ടഫർ ആവുകയാണ്. സോ വി ആർ ഡയറക്ട്ലി ഗോയിങ് ഇൻ ടു ദ ടാസ്ക്. ലെറ്റ്സ് വെൽക്കം ഷംഷാദ് ഫ്രം പാലക്കാട്. കോമ്പറ്റീഷൻ്റെ ഒരു രണ്ടാമത്തെ ഘട്ടത്തിലേക്കൊക്കെ കിടക്കുന്ന പോലെയാണ്. നമ്മൾ പ്രൊഫൈലൊക്കെ കഴിഞ്ഞു, ഷംഷാദിനെ എല്ലാവരും പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇനി അടുത്ത ടാസ്കിലേക്ക് ഡയറക്ട്ലി പോവാണ്. ടെൻഷൻ ഉണ്ടോ? ഇപ്പോഴാണ് ടെൻഷൻ. ആദ്യം അറിയില്ലായിരുന്നു, പറഞ്ഞു കഴിഞ്ഞപ്പോ കുറച്ച് ഞാൻ പറഞ്ഞപ്പോ ഒരു ചെറിയ പേടിയായല്ലേ? അല്ല, ഫസ്റ്റ് നമുക്ക് എന്താന്ന് അറിയില്ല, അറിഞ്ഞു കഴിഞ്ഞപ്പോ എല്ലാരെ കുറിച്ച് ഇപ്പൊ ഐഡിയ കിട്ടിയില്ല, പേടിയായി. ടെൻഷൻ ഒന്നും വേണ്ട, വളരെ കൂളായിട്ട് നിന്നാ മതി. ഓക്കെ, സോ അപ്പൊ ഡയറക്ട്ലി നമുക്ക് ശാലിനിയോട് ചോദിക്കാം ഏതാണ് ടാസ്ക് എന്ന്. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഗൃഹലക്ഷ്മി ദ ബെസ്റ്റ് ഹോം മേക്കർ. ഞാൻ ശാലിനി മേനോൻ. എന്റെ പണി എന്താന്ന് വെച്ചാൽ നമ്മുടെ വീട്ടമ്മമാർക്ക്, നമ്മുടെ കണ്ടസ്റ്റൻസിന് നല്ല നല്ല പണി കൊടുക്കുക എന്നുള്ളതാണ് എന്റെ പണി. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് പാലക്കാട് ജംഗ്ഷനിലല്ലേ? ഓക്കെ, പാലക്കാട് ജംഗ്ഷനിൽ തന്നെയാണ് വീട്. നമ്മുടെ ഷംഷാദ് ചേച്ചിയുടെ വീടാണിത്. ചേച്ചിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഹസ്ബൻഡ്, 2 മക്കള്. ആഹാ, അപ്പൊ പണി എളുപ്പമാണ്. കാരണം എന്താ അറിയോ, യമ്മി മമ്മി എന്നാണ് ടാസ്കിന്റെ പേര്.